അമ്മയുടെ ചുമ ഇനി മാറിയില്ല? എവിടെ, അതെന്നെയും കൊണ്ടേ പോവൂ. അല്ലെങ്കിൽ പിന്നെ ഓപ്പറേഷൻ ചെയ്യണം. അതിനുള്ള പണമൊക്കെ എങ്ങനെ ഒപ്പിക്കാനാ? ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട്, ഇതുവരെ ഒന്നും ശരിയായില്ല. സാരമില്ലടാ, മരിക്കാനൊന്നും എനിക്ക് പേടിയില്ല. പക്ഷെ അതിനു മുമ്പായി നിന്റെയും നിന്റെ പെങ്ങളുടെയും കല്യാണം കഴിഞ്ഞ് കാണണമെന്നൊരാഗ്രഹമുണ്ട്. എന്താ നിന്റെ അഭിപ്രായം? ഞാനൊരു രമ്യയുടെ കാര്യം പറഞ്ഞിരുന്നില്ലേ? ആ, നിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആ പെൺകുട്ടി രമ്യ. അതെ അമ്മേ, എനിക്ക് അവളെ വിവാഹം കഴിക്കണം എന്നുണ്ട്. അമ്മയുടെ സമ്മതവും അനുഗ്രഹമൊക്കെ ഉണ്ടെങ്കിൽ. എന്താണ് അവളുടെ ജാതി? ഞാൻ അവളുടെ ജാതിയും ചോദിക്കാന്നില്ല. അതെന്താ? ഈ ലോകത്തെ മൊത്തം ജനങ്ങളെ 2 ജാതിയിൽ ഉൾപ്പെടുത്താം. ഒന്ന് പണമുള്ളവൻ, ഒന്ന് പണം ഇല്ലാത്തവൻ. പണമുള്ളവൻ ഏത് ജാതിയായാലും, ഏത് മതമായാലും, ഏത് രാഷ്ട്രീയമായാലും, ഏത് രാജ്യമായാലും വളരെ സന്തോഷത്തോടെ ഹാപ്പിയായി ജീവിക്കുന്നു. പണം ഇല്ലാത്തവൻ ലോകം മുഴുവൻ ഗതികെട്ട് ആർക്കോ വേണ്ടി ജനിച്ച് ജീവിച്ച് മരിക്കുന്നു. ഇക്കാര്യത്തിൽ ഞാൻ അവൾ ഒരേ ജാതിക്കാരാണ്, അത്ര എനിക്ക് അറിയൂ. ഇതിനിത്ര ചൂടാവാൻ എന്താ ഇരിക്കുന്നത്? ഞാൻ നിന്നോട് സാധാരണഗതിയിൽ ചോദിച്ചോന്നല്ലേ. എന്തെങ്കിലും ഞാൻ നിന്റെ ഇഷ്ടത്തിന് എതിര് നിന്നിട്ടുണ്ടോ? പറ. ഇല്ല. എന്നുവെച്ച് നാളെ തന്നെ കല്യാണം കഴിച്ചിട്ട് വരരുത് കേട്ടോ. വീട്ടിൽ എന്തൊക്കെ പണിയുണ്ട്. പെയിന്റ് അടിക്കണം, ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും വാങ്ങണം. ഇതൊക്കെ കഴിഞ്ഞിട്ട് പോരെ കല്യാണം? ശരി അമ്മേ. ശരി. ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, ഇതിന്റെയൊക്കെയുള്ള പൈസ കൂടെ ഞാൻ അങ്ങോട്ട് കാണണം. എനിക്ക് മനസ്സിലാവുന്നില്ല, അച്ഛൻ എന്തിനാ ഈ രാജേന്ദ്രനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. ഇയാളുമായി കൂട്ടുകൂടി ബിസിനസ് നടത്തി അച്ഛൻ ഇതുവരെ എന്തെങ്കിലും ലാഭം ഉണ്ടായിട്ടുണ്ടോ? രാജേന്ദ്രന് കുറച്ച് ബിസിനസ് മൈൻഡ് കുറവാണെന്ന കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവൻ വളരെ ഡീസന്റ് ആണ്. അവൻ ഒരിക്കലും നമ്മളെ പറ്റിക്കില്ല. ഓ പിന്നെ കഴിഞ്ഞ മാസത്തെ മന്ത്ലി സ്റ്റേറ്റ്മെന്റ് അച്ഛനൊന്ന് കാണണമായിരുന്നു. എന്ത് പറ്റി? മൊത്തം കള്ളക്കണക്കാ. കറണ്ട് ചാർജ് കൂടി, സ്വീപ്പർമാർക്ക് 100 രൂപ അധികം കൊടുത്തു, സ്റ്റേഷനറി എക്സ്പെൻസ് കൂടി, എല്ലാം കൂട്ടിയിട്ടാ എഴുതിയിരിക്കുന്നേ. അതൊന്നും കള്ളക്കണക്കല്ല, എല്ലാം സത്യ. പിന്നെ 3 വർഷമായി സ്വീപ്പർമാർക്ക് വല്ലതും കൂട്ടിക്കൊടുത്തിട്ട് അവർക്കൊരു 100 രൂപ കൂട്ടിക്കൊടുത്തത് ഇത്ര വലിയ തെറ്റാ? സമ്മതിച്ചു. ഇത്രയും പൈസ മുടക്കി ഈ പാർക്ക് എന്തിനുണ്ടാക്കി? അതുകൊണ്ട് ആർക്ക് എന്ത് ലാഭം? പക്ഷെ മോളെ, കഴിഞ്ഞ 4-5 മാസമായിട്ട് അവിടെ വിശാൽ എന്ന് പറഞ്ഞൊരു പയ്യൻ ജോലിക്ക് കേറിയിട്ടുണ്ട്. ആള് നല്ല സ്മാർട്ടാ. അന്നിവിടെ വന്ന പയ്യൻ അവനത്ര സ്മാർട്ട് ആയിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ലേ. ഫുള്ള് ജാടയാ. അവന്റെ 2 മെഗാ സീരിയലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവർ നമ്മുടെ പാർക്കിൽ സെറ്റ് ഇട്ടിട്ടാ അതിന്റെ ഷൂട്ടിംഗ് നടത്തുന്നത്. ഓ, മെഗാ സീരിയലോ? നമുക്ക് മാസം എന്ത് കിട്ടും? ഒരു 10 ലക്ഷം രൂപയെങ്കിലും കിട്ടും. മാത്രമല്ല സിനിമാ രംഗത്തുള്ള പല പ്രഗത്ഭന്മാരും അതിൽ അഭിനയിക്കുന്നുണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ കയ്യിലെടുത്ത് വിശാല് നമുക്ക് നല്ല ബിസിനസ് ആണ് ഉണ്ടാക്കി തരുന്നത്. ഒരുപാട് പേര് നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് കുറെ ആഭരണങ്ങൾ എടുക്കുന്നുണ്ട്. പലരും ഫർണിച്ചറും നമ്മളെ കടയിൽ നിന്ന് തന്നെയാണ് എടുക്കുന്നത്. ഓ, അതേതായാലും നന്നായി. വിശാലിനെ പോലെ 4-5 പേര് നമ്മുടെ കടയിലുണ്ടെങ്കിലേ നമ്മുടെ ബിസിനസ് നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അത് എനിക്ക് ഉറപ്പാണ്. ശരി. നോക്ക് വിശാലെ, എനിക്ക് നിന്നോട് വളരെ സീരിയസ് ആയ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പക്ഷേ ഒരു ധൈര്യക്കുറവ്. എന്താണ് സാർ, എന്താ കാര്യം? വിശാലിനറിയാലോ, എനിക്കധികം ആയുസില്ല. ഡോക്ടർമാരെല്ലാവരും എഴുതി തള്ളിയ കേസാ. 2 അറ്റാക്ക് കഴിഞ്ഞു, 3ാമത്തെ അറ്റാക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് സാർ ഇത്രയും വലിയ മുഖപുര? അതല്ല, ഈ അവസ്ഥയിൽ ഞാനൊരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ എന്തോ ഒരു ചിന്ത. സാറിന് ഏതോ ഒരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് തോന്നുന്നു. പറയൂ സാർ, ആരാണ് ആ കുട്ടി? നിനക്കറിയാം, നമ്മുടെ ഓഫീസിലെ നിഷ. നിഷയോ? അതെ, കാര്യം അവളൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ. വിവാഹം സ്വപ്നത്തിൽ പോലും കാണാൻ അവകാശമില്ലാത്ത ഒരാളാണെന്നാണ് എന്നോട് അവൾ പറഞ്ഞത്. അപ്പോൾ എനിക്കൊരാലോചന, അവളെ അങ്ങ് വിവാഹം കഴിച്ചാലോ എന്ന്. അല്ല, ഈ വിഷയം നിഷയ്ക്ക് അറിയോ? അവിടെയാണ് വിശാലിന്റെ ഹെൽപ്പ് എനിക്ക് വേണ്ടത്. ശരിക്കും പറഞ്ഞാ എനിക്ക് അവളുടെ അച്ഛനാവാനുള്ള പ്രായമുണ്ട്. എല്ലാ സത്യവും വിശാൽ അവളോട് തുറന്നു പറയണം. എന്നിട്ട് അവൾക്ക് ഈ വിവാഹത്തിന് താല്പര്യമുണ്ടോ എന്ന് അറിയണം. അതെന്ത് പറയാനാണ്, ഞാൻ എത്രയും പെട്ടെന്ന് ആ നിഷയെ കാണുന്നുണ്ട്. കാര്യം ഓക്കെ ആക്കിയിട്ടേ വരൂ, പോരെ? അവളെ നിർബന്ധിക്കണ്ട, താല്പര്യമുണ്ടേ മാത്രം മതി. ശരി സർ, നല്ല വാർത്തയായിട്ട് വരും. ഓക്കെ. നീ നന്നായി ആലോചിച്ചിട്ട് ഉത്തരം പറഞ്ഞാൽ മതി. സംഭവം നടന്നാ നീ നിന്റെ കുടുംബവും കോടീശ്വരന്മാരാവും. എന്നാലും എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു കോടീശ്വരനൊക്കെ എന്നെ കല്യാണം കഴിക്കുവോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാജേന്ദ്ര സാറിന്റെ ഏക വീക്ക്നെസ് എന്ന് പറയുന്നത് മദ്യപാനമാണ്. സത്യം. മദ്യം കഴിച്ച് ലിവറിന് ഒരുപാട് പ്രോബ്ലം വന്നപ്പോ ഇനി മദ്യം കഴിക്കരുതെന്ന് ഡോക്ടർ ഉപദേശിച്ചതാ. എവിടെ ആള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതേ മദ്യമാണ്. അയാൾക്ക് എന്റെ അച്ഛന്റെ പ്രായമുണ്ട്, അതുകൊണ്ട് വിശാലേ അത് ഒഴിവാക്ക്. നോക്ക്, ചിന്തിക്കുമ്പോൾ നെഗറ്റീവായ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതേസമയം പോസിറ്റീവായ ഒരുപാട് കാര്യങ്ങളും ഉണ്ട്. ഒറ്റയടിക്ക് നിനക്ക് പണക്കാരിയാണ്. പിന്നെ
നിന്റെ അച്ഛനും സഹോദരിമാരുടെയൊക്കെ ജീവിത രീതിയൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താം. പക്ഷേ അയാൾക്ക് 2 അറ്റാക്ക് വന്നതല്ലേ? അത് സത്യമാണ്. പക്ഷെ നീ ആളെ കാര്യത്തിൽ നന്നായി ശ്രദ്ധിച്ചാ മതി. ഇല്ല ഭായ്, നിലവിലുള്ള അവസ്ഥ എന്താ? നിലവിൽ 3 തൊട്ട് 5 വർഷം വരെ മാക്സിമം ജീവിച്ചിരിക്കുന്ന ഡോക്ടർമാർ പറയുന്നത്. ഞാൻ എങ്ങനെ ചിന്തിക്കണം? ഉടനെ വിധവയാവും അറിഞ്ഞുകൊണ്ട് ഒരാളെ എങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റും? നീ കല്യാണം കഴിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. നോക്ക്, അറ്റ്ലീസ്റ്റ് ഈ ഹോസ്റ്റൽ ജീവിതത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെട്ടൂടെ? പിന്നെ നിന്റെ വീട്ടുകാരും രക്ഷപ്പെടും. വിശാല് പറഞ്ഞത് ശരിയാണ്. കുറച്ചു കാലെങ്കിലും സമാധാനത്തോടെ ജീവിക്കാലോ. പിന്നെ സിസ്റ്റർമാരുടെ കല്യാണവും നടത്താം. അപ്പൊ ശരി, എങ്കിൽ പിന്നെ എത്രയും പെട്ടെന്ന് നിന്നെ പെണ്ണ് കാണാൻ വീട്ടിൽ വരുന്നു. വീട്ടിലോ? ഉടനെ കല്യാണം. എന്താ? അയ്യോ, എന്റെ വീട്ടിലേക്കൊന്നും വരണ്ട. അതെന്താ? എന്റെ വീട് കണ്ടാലേ സാർ ബോധം കെട്ട് വീഴും. അത്രയ്ക്കും മോശം അവസ്ഥയാ. ചെറിയൊരു വീടും. പക്ഷേ രാജേന്ദ്രന് സുഖമില്ലാത്തതാണെന്നുള്ളതും 2 അറ്റാക്ക് കഴിഞ്ഞു എന്നുള്ളതൊക്കെ ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടോ? അതെല്ലാം ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. ആണോ? അവർക്ക് പ്രശ്നമില്ലേ, നമുക്കെന്താ? ആ, എന്നാ നമുക്ക് നടത്താം. ആ നിഷ കല്യാണത്തിന് സമ്മതിച്ചു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം, എനിക്കും. ഞാൻ അല്പം കഷ്ടപ്പെട്ടു. അല്ല, ഞാനിപ്പോ എന്താ ചെലവ് ചെയ്യേണ്ടത്? ചെലവിന്റെ ഒന്നും ആവശ്യമില്ല. വിശാലാണെങ്കിൽ മദ്യം കഴിക്കില്ല, നോൺ വെജിറ്റേറിയൻ ഫുഡും കഴിക്കില്ല. പിന്നെ എന്ത് ചെലവാ ചെയ്യേണ്ടത്? നമുക്കൊരു മസാല ദോശ കഴിക്കാം. ഓഹോ, ദോശയെങ്കിൽ ദോശ. വാ കേറ്. ഈ സാറിന്റെ ഒരു കാര്യം. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഞാനിപ്പോ അവരെയും കൊണ്ട് 5 സ്റ്റാർ ഹോട്ടലിൽ പോയേനെ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞായറാഴ്ച ഭയങ്കര ബോറടിയായിരുന്നു. അതെന്താ? ഞായറാഴ്ച കൂടെ ജോലി ഉണ്ടായാൽ മതിയായിരുന്നു, നിന്നെ ഒന്ന് കാണാലോ. ഒരു കാര്യം പറയാൻ പറഞ്ഞു. എന്ത് കാര്യം? നിന്റെ കൂട്ടുകാരി നിഷയ്ക്ക് നല്ലൊരു ഭാഗ്യം കിട്ടിടി. ഉഗ്രനൊരു ലോട്ടറി. നമ്മുടെ രാജേന്ദ്ര സാറിന് നിഷയോടൊരു ഇഷ്ടം. ഇഷ്ടോ? അവളെ വിവാഹം കഴിക്കാനും താല്പര്യമുണ്ട്. 2 അറ്റാക്കും കഴിഞ്ഞ് കുഴിയിലേക്ക് കാലം നീട്ടിരിക്കുന്ന അയാൾ എന്തിനാണ് കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുന്നത്? അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യമല്ലേ, നമ്മളെന്തിനാ ഇടപെടുന്നത്? ഞാൻ നിഷയോട് ചോദിച്ചു, അവൾക്ക് ഇഷ്ടമാണ്. എത്രയും പെട്ടെന്ന് കല്യാണം നടക്കുമെന്നാ വിചാരിക്കുന്നത്. ഈശ്വര, ഇതെന്തൊരു ചതിയായി പോയി. ഇതിലെന്ത് ചതി? നോക്ക് ചേട്ടാ, ആ രാജേന്ദ്ര സാർ മരിച്ചാല് സ്വത്തെല്ലാം നമുക്ക് കിട്ടേണ്ടതാ. ആ നിഷയെ വിവാഹം കഴിച്ച സ്വത്തെല്ലാം അവൾക്കല്ലേ കിട്ടുക? സാരമില്ല രമ്യേ, ഈ നിഷ എന്ന് പറയുന്നത് നിന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് അല്ലേ, അവള് രക്ഷപ്പെടട്ടെ. മാത്രമല്ല നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കി സ്വത്തൊന്നല്ലോ, പോയാ പോട്ടെ. നോ, എനിക്ക് അങ്ങനെയൊന്നും ചിന്തിക്കാൻ പറ്റില്ല. ചേട്ടൻ ആ കാര്യം പറഞ്ഞ അന്ന് മുതൽ ഇന്ന് വരെ എന്തെല്ലാം സ്വപ്നങ്ങൾ കണ്ടാ ഞാൻ ജീവിച്ചെന്നറിയോ? കഷ്ടം, എല്ലാം പോയി. ഈ വിവരം അറിഞ്ഞപ്പോ നിങ്ങൾക്ക് രാജേന്ദ്ര സാറിനെ ഒന്ന് നിരുത്സാഹപ്പെടുത്താമായിരുന്നില്ലേ? നോക്ക് രമ്യ, ഞാൻ എപ്പോഴും നേരവാ നേരപ്പോ ചിന്തിക്കുന്ന വ്യക്തിയാണ്. സർവോപരി രാജേന്ദ്ര സാറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിഷ എന്റെ നല്ല ഫ്രണ്ടാണ്. വലിയ കാര്യമായി പോയി. ചുരുക്കത്തിൽ നമ്മൾ വട്ടപൂജയായി. കഷ്ടം, ആ നിഷ ഈ കല്യാണം കഴിഞ്ഞ കോടീശ്വരിയാകും. ഞാൻ കണ്ട സ്വപ്നം ഒക്കെ വേസ്റ്റ് ആയി. കമോൺ രമ്യ, എനിക്കിപ്പോ ആവശ്യത്തിന് ആരോഗ്യമുണ്ട്. അത് വെച്ച് നിന്നെയും നമുക്ക് ഭാവിയിൽ ഉണ്ടാവാൻ പോകുന്ന മക്കളെ അന്തസ്സായി പോറ്റാം, പോരെ? കഷ്ടായി പോയി. ഒടുവിൽ മണ്ണും ചാരി നിന്ന നിഷ ഗോൾ അടിച്ചു. എടി ഭയങ്കര കണ്ണും മൂക്കും കാട്ടി വളച്ചതാ. ആരല്ല രമ്യ, പണം മാത്രമാണോ ജീവിതം? എടാ, ഒരു അത്യാവശ്യ കാര്യം പറയണ്ടായിരുന്നു. എന്താ കാര്യം? നിന്റെ അമ്മാവൻ വന്നിരുന്നു. നമ്മുടെ പ്രമീളയുടെ കല്യാണം ശരിയായത്രേ. ഗൾഫുകാരനാണ് അത്രേ പയ്യൻ. അതേതായാലും നന്നായി. ഇതിലൊരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നോ? അറിയാലോ, ലക്ഷ്മിക്ക് MBBS പ്രവേശനം കിട്ടിയപ്പോ മാമനാണ് 5 ലക്ഷം രൂപ തന്ന് സഹായിച്ചത്. ആ പണം മാസത്തവണയായിട്ടേ തിരിച്ചടയ്ക്കൂന്ന് ഞാൻ അന്നേ അമ്മാവനോട് പറഞ്ഞതല്ലേ. മാത്രമല്ല ഇതുവരെ 1 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു. എല്ലാം ശരിയാണ്. പക്ഷേ ഇപ്പോൾ പ്രമിളയുടെ കല്യാണം നടത്താൻ ബാക്കി പണം മുഴുവനായി നമ്മളോട് കൊടുക്കാൻ പറയുന്നു. നമ്മളിനിപ്പോ എന്ത് ചെയ്യും? 4 ലക്ഷം രൂപയോളം ബാക്കിയില്ലേ കൊടുക്കാൻ? മാത്രല്ല നമ്മുടെ ലക്ഷ്മിയുടെ സെമസ്റ്ററിന്റെ ഫീസ് 1,40,000 രൂപ വേറെയും കാണണല്ലോ. എല്ലാം കൂടെ 5.5 ലക്ഷം രൂപയോളം വരും. ഒരു ഐഡിയയും കിട്ടുന്നില്ല. അയ്യോ, എന്താടി, രാജേന്ദ്ര സാറുമായി വിവാഹം ഉറപ്പിച്ചതോടെ നീ എന്നേക്ക് മറന്നോ? മറന്നിട്ടാണോ ഞാൻ നിന്നെ വിളിക്കുന്നേ? നോക്ക്, നിന്റെ ചേച്ചി ഹസ്ബൻഡിനെ ഇങ്ങനെ അവിടെ പോയി വിളിക്കണോ അതോ? അതൊന്നും വേണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ കുടുംബസമേതം കല്യാണത്തിന് എത്തും. ഓക്കെ ബൈ. അവളെ ഒരു കല്യാണം.
ചേട്ടാ, നമ്മുടെ കുടുംബ പ്രശ്നങ്ങൾ തീർക്കാൻ ദൈവം കാണിച്ചു തന്നൊരു വഴിയായിരുന്നു രാജേന്ദ്രൻ സാർ. ഓ നീ ഒന്ന് വിടുമോളെ. നോ, ഓ 24 മണിക്കൂർ ഞാനിത് വിടില്ല. എനിക്കൊരു പണക്കാരി ആവണം. നോക്ക്, രാജേന്ദ്ര സാർ നിഷയെ കല്യാണം കഴിക്കുന്നതിന് തൊട്ട് മുമ്പ് മരിച്ചാലും നമുക്ക് സ്കോപ്പ് ഉണ്ട്. എന്തിനാ രമ്യ എങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ അങ്ങനെ ചിന്തിക്കൂ. ചേട്ടാ, എനിക്കൊരു ഐഡിയ തോന്നുന്നു. എന്താ ഐഡിയ? നമുക്ക് അയാളെ കൊന്നാലോ? ഈ സ്വത്ത് മുഴുവൻ നമ്മളെ കയ്യിൽ വരില്ലേ? ആർ യു മാഡ് രമ്യ? നിനക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നേ? ഒന്നില്ലേലും അങ്ങനെ തരുന്ന ശമ്പളം കൊണ്ടല്ലേ നിന്റെ വീട്ടിൽ ചോറും കറിയൊക്കെ വാങ്ങുന്നേ? നന്ദി വേണടി, നന്ദി. എനിക്കിപ്പോ എങ്ങനെ ചിന്തിക്കാൻ പറ്റൂ? ചേട്ടനിപ്പോ എന്റെ കൂടെ നിൽക്കാൻ പറ്റുമോ? പുഷ്പം പോലെ ഞാൻ അയാളെ കൊന്നു തരാം. നോ, ഞാൻ ഒരിക്കലും അതിനെ കൂട്ടുവെക്കില്ല. ആരെയും വേദനിപ്പിച്ച് നമ്മളൊന്നും നേടണ്ട. ഒരു പെണ്ണിനെയൊക്കെ കഷ്ടമാണല്ലോ മനുഷ്യ നിങ്ങള്. ഒരാണെന്നൊക്കെ വെച്ചാ എന്താ? നല്ല ചങ്കുറപ്പും ധൈര്യം ഉണ്ടാവും. കമോൺ, കിൽ ഹിം. അയാളെ കൊന്നിട്ട് വാ, എന്നിട്ടൊരു ആൺകുട്ടിയാണെന്ന് തെളിയിക്കേ. ഒരു ഉപദേശം. അങ്ങനെ ഒരാളെ കൊന്നിട്ട് എനിക്ക് ആൺകുട്ടിയാന്ന് തെളിയിക്കേണ്ട ആവശ്യമില്ല. എന്നെ നിങ്ങൾ മറന്നേക്ക്. 10 മാസം നൊന്ത് പറ്റും നിങ്ങളുടെ അമ്മയോട് നിങ്ങൾക്ക് കടപ്പാടില്ലേ? ഓപ്പറേഷൻ ചെയ്ത് അവരുടെ ജീവൻ രക്ഷിക്കാൻ പണം വേണ്ടേ? ഡോക്ടർ അവൻ സ്വപ്നം കണ്ട് നടക്കുന്ന നിങ്ങളുടെ സഹോദരിയുടെ ഫീസ് നിങ്ങൾ എങ്ങനെ അടയ്ക്കും? അവളെ നല്ല നിലയിൽ കല്യാണം കഴിപ്പിച്ചയക്കാൻ പണം ഉണ്ടോ നിങ്ങളില്? ചേട്ടാ, ഇനി ചിന്തിക്കാൻ സമയമില്ല. ദൈവം നമുക്ക് നല്ലൊരു വഴിയാ കാണിച്ചു തന്നത്. നാളെ നമ്മളെ രണ്ടുപേരെയും അങ്ങനെ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ലേ, അവിടെ വെച്ച് അയാളെ കൊല്ലണം. ബാക്കി ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം.